കലോത്സവ വേദിയിൽ മംഗലം കളി മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ തളർന്നു വീണു. കോഴിക്കോട് നാദാപുരം ഇരിങ്ങണ്ണൂർ HSS വിദ്യാർത്ഥികളാണ് തളർന്നു വീണത്. മംഗലം കളിയുടെ സമയദൈർഘ്യവും കായിക അധ്വാനവുമാണ് വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ലെവിൻ കെ വിജയൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ലെവിൻ, സാധാരണ കലോത്സവങ്ങളിലൊക്കെ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും കഠിനമായ പ്രാക്ടീസ് തുടരുമ്പോഴും ഒക്കെ സംഭവിക്കാറുള്ളതാണ്. വിദ്യാർത്ഥികളെല്ലാം ഓക്കെ അല്ലേ? എന്താണ് വിശദാംശങ്ങൾ? ആനന്ദ്, വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഓക്കെയാണ്. 5 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റുള്ള ആളുകൾക്ക് അടിയന്തരമായി പ്രാഥമിക മെഡിക്കൽ ചികിത്സ വേദിയിൽ തന്നെ വെച്ച് നൽകി. ഇന്ന് വൈകിട്ട് 2:30 സംഭവം നടക്കുന്നത്. വേദി 3 നീലക്കുറിഞ്ഞിയിൽ മംഗലം കളി മത്സരങ്ങളാണ് രാവിലെ മുതൽ പുരോഗമിക്കുന്നത്. ഗോത്ര സംസ്കൃതി ഉണർത്തുന്ന കലാമത്സര ഇനമാണ്. പ്രത്യേകിച്ച് ആദിവാസി ജനങ്ങളാണ് ഇത്തരത്തിലുള്ള ഗോത്രകല മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുകയും അതിൻ്റെ തനത് കലാ രീതി അഭ്യസിക്കുകയും പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തത്. സ്കൂൾ കുട്ടികൾക്ക് അത്രയധികം ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഒരു മത്സര ഇനം കൂടിയാണ്. 15 മിനിറ്റോളം നിർത്താതെ സ്റ്റേജിൽ പ്രകടനം നടത്തേണ്ട ഒരു മത്സര ഇനമാണ്. അങ്ങനെ 15 മിനിറ്റ് എന്നുള്ളത് സമയം കുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് ദൈർഘ്യമേറിയ സമയം തന്നെയാണ്. തല താഴ്ത്തിപ്പിടിച്ചാണ് ഈ മത്സരം അല്ലെങ്കിൽ ഈ കലാ അഭ്യാസ പ്രകടനം നടത്തുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അങ്ങനെ ശാരീരിക ആരോഗ്യാവസ്ഥ ഒരുപക്ഷെ വേഗത്തിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു മത്സര ഇനം കൂടിയാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ ഇങ്ങനെ വേദികളിൽ തളർന്നു വീണിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മത്സരം ആരംഭിച്ചതോടുകൂടി ഏറെ സമയം കുട്ടികൾ ഈ മത്സരത്തിനായി കാത്തിരിക്കുന്നു. ഉച്ചയ്ക്ക് സ്വാഭാവികമായും രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കുട്ടികൾ മത്സരത്തിനെത്തുക. അതിനുശേഷം മത്സരം പൂർത്തിയാക്കിയ ശേഷമാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കാറുള്ളത്. അങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങളുണ്ട്. കോഴിക്കോട് നാദാപുരം ഇരിങ്ങണ്ണൂർ HSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ പ്രകടനം നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം സ്റ്റേജിൽ തന്നെ കുഴഞ്ഞു വീണത്. കുട്ടികൾ ഛർദ്ദിക്കുകയും തളർന്നു വീഴുകയും ഒക്കെ ചെയ്തു. വേഗത്തിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന സംഘാടക സമിതിയും പോലീസും സന്നദ്ധ പ്രവർത്തകരും മെഡിക്കൽ സംഘവും ഒക്കെ ചേർന്ന് അടിയന്തര ശുശ്രൂഷകൾ കുട്ടികൾക്ക് നൽകി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിച്ച ആളുകളെ തൊട്ടടുത്ത ജില്ലാ ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇതൊരു കുട്ടികളുടെ ഒരു മത്സര ഇനത്തിൻ്റെ കൂടി പ്രത്യേകതയാണ്. ഗോത്രകലയായതുകൊണ്ടും മംഗലം കളി പോലെയുള്ള ദൈർഘ്യമേറിയ സമയത്ത് സ്റ്റേജിൽ പെർഫോമൻസ് നടത്തുന്നത് കൊണ്ടുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ്. എല്ലാവരും തന്നെ സുഖമായിരിക്കുന്നു. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കുട്ടികൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. മന്ത്രിമാരടക്കമുള്ള സംഘാടക സമിതിയിലെ പ്രധാനികൾ വേദിയിലെത്തുകയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങളും അടിയന്തര സൗകര്യങ്ങളും എല്ലാം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മംഗലം കളി മത്സരം പുരോഗമിക്കുകയാണ്. ഇത്ര ദൈർഘ്യമേറിയ മത്സരം വീണ്ടും നടക്കുമ്പോഴും പലപ്പോഴും പല കുട്ടികൾക്കും ഓരോ മത്സരം പൂർത്തിയാകുമ്പോഴും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഈ മത്സര ഇനത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. എല്ലാവിധ സൗകര്യങ്ങളും അടിയന്തര സൗകര്യങ്ങളും സംഘാടക സമിതിയും സ്റ്റേജ് മാനേജർമാരും മറ്റ് സംവിധാനം എല്ലാം തന്നെ സന്നദ്ധ പ്രവർത്തകരും സേവകരും പോലീസും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വേഗത്തിൽ വേദിയിൽ ഒരുക്കുന്നുണ്ട്. ഏതായാലും മത്സരം അതിഗംഭീരമായി തന്നെ 25 വേദികളിലും പുരോഗമിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ശരി ലെവിൻ, വ്യക്തമാണ്. ലെവിൻ പറഞ്ഞതുപോലെ ആശങ്കകളില്ലാത്തിടത്തോളം ഇതെല്ലാം ആവേശകരമായ വാർത്ത തന്നെയാണ്. മംഗലം കളി ഗോത്രകലയാണ്. തല താഴ്ത്തി 15 മിനിറ്റോളം നിർത്താതെ നൃത്തം ചെയ്യുകയാണ്. വിദ്യാർത്ഥികൾ തലകറങ്ങി വീണു. അവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവരെല്ലാവരും സുഖകരമായിരിക്കുന്നു എന്ന വിശദാംശങ്ങളാണ് ലഭിക്കുന്നത്.